ഇന്നും കുറ്റപ്പെടുത്തലുകളുണ്ടല്ലോ ഷാഫി. അവരോടൊക്കെ എന്തോ ഈ നിമിഷം പറയാറുള്ളത്? അല്ലെങ്കിൽ കമൻറ്റുകൾ വായിക്കാറുണ്ടോ? ഞാൻ വായിക്കാറുണ്ട്. ഞാൻ എൻ്റെ പോസ്റ്റുകളുടെ താഴെ വരുന്ന കമൻറ്റും വായിക്കും, അതിന് മറുപടി കൊടുക്കും. ഇപ്പം താങ്കൾ ചെയ്യുന്ന ഇൻ്റർവ്യൂവിൻ്റെ താഴെ വരുന്ന കമൻറ്റും അതിലും കയറി മറുപടി കൊടുക്കും. മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, പൃഥ്വിരാജിൻ്റെ പടം ഒരുത്തം കണ്ടു, അയാൾ ഉദ്ദേശിച്ച പോലെ ഇഷ്ടപ്പെട്ടില്ല, ഇല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഓഡിയനാണ്. പക്ഷേ ഇതിന് പിന്നെ നാട് മുഴുവൻ നടന്ന് അയാൾ ശരിയില്ല, വ്യക്തിപരമായിട്ട് അയാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, അയാളെ വീട്ടുകാരെ പറയുന്ന രീതിയിൽ തെറി പറയാന്നൊക്കെ പറഞ്ഞാൽ ഒരു മനോരോഗമാണ്. നിനക്ക് തെറി വിളിക്കാനുണ്ടെങ്കിലും അല്ല ഞാൻ ചെയ്യുന്നൊരു വർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് വേണം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അമ്മൂസ് കുക്കുടുവാവ .1 മലയാള സിനിമയിൽ മറുപടി പറയുന്ന ഒരേ ഒരു നടനെ ഞാൻ കണ്ടുള്ളൂ. അന്തസ്സുണ്ടോ പാതിരാത്രി മിക്ക ഒരു സകലകലാ വല്ലവനെന്ന് ഞാൻ പറയും. കാരണം അഭിനയിച്ചിട്ടുണ്ട് അല്ലേ, പാട്ടുകാരനാണ്, ഒരു എഴുത്തുകാരനാണ്. ഇതെല്ലാം സിംഗേഴ്സിന് പറ്റുന്നൊരു കാര്യമാണോ? പാട്ടിൽ എനിക്കൊരുപാട് പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് എഴുത്തിലൂടെ പിടിച്ചു നിൽക്കാം എന്നുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പം ഈ കൊറോണ കാലത്ത് എൻ്റെ മക്കളൊക്കെ കൊറിയൻ സോങ് ഒക്കെ പാടുന്ന കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. മണിക്കൂറുകളിൽ അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും ചെവിയിലല്ലാണ്ട് മനസ്സിലേക്ക്, ഹൃദയത്തിൽ, തലച്ചോറിനകത്തേക്ക് കയറില്ല. അതുകൊണ്ടാണ് എനിക്ക് വേടൻ്റെ പാട്ടുകളോടൊക്കെ ഇഷ്ടം. വിപ്ലവകരമായ ഒരുപാട് വരികൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. വേടൻ്റെ ഏത് വരികളായിരിക്കും ഇഷ്ടം? ഞാൻ പാണനല്ല പറയാനല്ല,